മറ്റൊരായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ജീവിതത്തിൽ ജയം പ്രാപിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചാണ് ചിന്തിച്ചത്. അതിൽ 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യത്തിൽ വന്ന് അവിടെ നിന്നു. അത് വിശ്വാസമാണ് അവിടെ വന്ന് ദൈവത്തിൽ നിന്ന് ജനിച്ചവനൊക്കെയും ലോകത്തെ ജയിക്കുന്നു എന്ന് പറഞ്ഞു. ലോകത്തിൻ്റെ ജയമോ നമ്മുടെ വിശ്വാസം തന്നെ എന്ന് പറഞ്ഞു അവിടെ നിർത്തി. ആദ്യത്തെ പടി നമ്മുടെ വിശ്വാസമാണ്. വിശ്വാസം പറഞ്ഞേ പറ്റുള്ളൂ. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. വീണ്ടും ഒരു വാക്യം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു. ഇവിടെ ലോകത്തെ ജയിക്കുന്ന ജയത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു അപവാദി, സഹോദരനെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചെയ്യുന്ന ഒരു അപവാദി, അവനെ ജയിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഈ ലോകം എന്ന് പറയുമ്പോൾ ഈ ലോകമൊക്കെയും തന്നെ പിശാചിൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് നമുക്കറിയാം. ദൈവവചനത്തിൽ വാക്യം വായിച്ചാണ്. അത് ഈ ലോകം എന്ന് പറയുമ്പോൾ അതുമായിട്ട് ചേർന്ന് ആ ലോകത്തിൻ്റെ കുറച്ച് കൾച്ചേഴ്സ്, കുറച്ച് പ്രകൃതി എല്ലാം തന്നെ പൈശാചികമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് പൊതുവേ കാണപ്പെടുന്നത്. എന്ന് പറയാൻ നോർമലി പോയാൽ അവ എത്തിച്ചെല്ലുന്നത് അങ്ങനൊരു കുഴിയിലായിരിക്കും. അതുകൊണ്ട് ഈ പിശാചിനെയും നമ്മൾ എതിർത്ത് അവനുമായിട്ടും ജയം പ്രാപിക്കേണ്ട ആവശ്യമാണ്. നമ്മുടെ ജയത്തിൻ്റെ പടികളാണിതെല്ലാം. ആദ്യം നമ്മൾ വിശ്വാസം വേണം. ഇതിനകത്ത് ഇവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന്, കുഞ്ഞാടിൻ്റെ രക്തം. ഞാൻ പവർ ഓഫ് ദ ബ്ലഡിനെ കുറിച്ച് പറഞ്ഞ എപ്പിസോഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. അതാദ്യം നമ്മൾ പറഞ്ഞാണ് പവർ ഓഫ് സാൽവേഷൻ, അതിനകത്ത് വിശ്വാസം. രണ്ടാമത് പവർ ഓഫ് ബ്ലഡ്, അതാണ് ഇവിടെ കാണുന്ന കുഞ്ഞാടിൻ്റെ രക്തം. കുഞ്ഞാട് വിലയ്ക്ക് വാങ്ങിയിരിക്കുക, അവൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയാണ് നിങ്ങളെ എന്നെയും. അതുകൊണ്ട് അതുപോലെ ദൈവത്തിൻ്റെ സാക്ഷ്യം, ദൈവത്തിൻ്റെ വചനം, ഇതിനാൽ നമ്മൾ ജയിക്കുന്നതായിട്ടേ കാണും. ഇവിടെ സാക്ഷ്യവചനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. their testimony, the word of their testimony. ദൈവവചനത്താലും കുഞ്ഞാടിൻ്റെ രക്തത്താലും നമ്മൾ പിശാചിനെ ജയിക്കുന്നു, ലോകത്തെ ജയിക്കുന്നു എന്ന് മറന്നുപോലെ. അതുകൊണ്ട് പ്രസൻറ്റ് ടെൻസിൽ എന്ന് പറഞ്ഞാൽ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വന്ന് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായെങ്കിൽ നമ്മൾ ഡെയിലി ഈ അപവാദിയിൽ ജയിക്കാനായിട്ടുള്ള മാർഗം ദൈവത്തിൻ്റെ വചനവും കുഞ്ഞാടിൻ്റെ രക്തവുമാണ്. യേശുവിൻ്റെ രക്തം ഇന്നും ജീവനുള്ള രക്തമായി നമ്മളോട് സംസാരിക്കുന്നതാണ്. അപ്പോഴേ തോൽവിയിൽ നമ്മൾ തോറ്റു എന്ന് പറയുമ്പോൾ, പിശാച് പറയുമ്പോൾ, അവിടെ ഒരു ജയത്തിൻ്റെ ആഘോഷം നമ്മളിൽ നിന്നുണ്ടാവണം. അതാണ് അതിനകത്ത് കോൺട്രാസ്റ്റ്. തോറ്റു എന്ന് പറയുമ്പോൾ ഒരു കരച്ചിലെ നിരാശ വരുന്നിടത്ത് ഈ തോൽവിയുടെ മധ്യത്തിലെ ജയത്തിൻ്റെ ആഘോഷം വരുന്ന ഒരു കാര്യം. കാരണം എന്താണ്? നമ്മൾ വിശ്വാസം പറയണം. എന്താണ്? ഞാൻ എല്ലാ മേഖലകളിലും ജയിക്കാൻ പോവുകയാണ്. വിശ്വാസം പറയേണ്ട ഏറ്റവും ആവശ്യമാണ്. സാഹചര്യം പറയുന്നു നീ തോൽക്കാൻ പോവുകയാണെന്ന്, എന്നാൽ യേശു പറയുന്നു നീ ജയിക്കാൻ പോവുകയാണ്. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്. നമുക്ക് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അറിയാവുന്നതാണ്. അവർ കനാൻ ദേശത്ത് ദൈവം കൊണ്ട് ചെല്ലും എന്ന് പറഞ്ഞൊരു പ്രോമിസുണ്ട്. ആ പ്രോമിസിന് മുന്നാടിയായിട്ട് എന്താ സംഭവിച്ചത്? യോശുവ വന്നു, യോർദാൻ 2 പിളർന്നു, യോർദാനിൽ കൂടി അവർ അക്കരെ കടന്നു. ഇത് യെരിഹോവിലുള്ള ആ പട്ടണത്തിലുള്ള അവിടുത്തെ കനാന്യ രാജാക്കന്മാരും അവിടെയുള്ള ഭരിക്കുന്ന രാജാക്കന്മാരും എല്ലാം അത് മനസ്സിലാക്കി. അവർ പേടിച്ചു. ഇത് കേട്ടിട്ട് പേടിച്ചു. യഹോവയായിട്ടുള്ള ദൈവം അവരുടെ സപ്പോർട്ടാണ്, അതുകൊണ്ട് ഞങ്ങൾക്കിനി രക്ഷയില്ല എന്ന് പറഞ്ഞ് പേടിച്ചുരുകിയിരിക്കുമ്പോഴേ അവർ യെരിഹോ പട്ടണം പിടിക്കാൻ പോകുന്ന കാര്യം അറിയാം. സാഹചര്യം വലിയ പ്രതികൂലമാണ്. സാഹചര്യം പ്രതികൂലമെന്ന് പറഞ്ഞാൽ ആ മതിലിനകത്തൂടെ ഒരേ സമയത്ത് 4 പേര് ഓടിക്കാൻ പറ്റുന്ന വീതിയുള്ള മതിൽ, അത് പൊളിച്ചകത്ത് കയറാമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ.
എന്നാൽ ദൈവമാണ് യുദ്ധം ചെയ്യുന്നത്. സാഹചര്യത്തിന് അതീതമാണ് ദൈവത്തിൻ്റെ വഴികൾ എന്ന് മനസ്സിലാക്കി സാഹചര്യം നീ തോൽക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നീ നെഞ്ചത്ത് കൈവച്ച് പറയുകയാണില്ല, ഞാൻ ജയിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നു. ഇവിടെ അവിശ്വാസം പറയാതിരിപ്പാൻ അവരോട് പറയും, നിങ്ങൾ ആരും മിണ്ടരുത് എന്ന് പറഞ്ഞു. നമ്മളെപ്പോഴും അങ്ങനെയാണ്, സാഹചര്യം കാണുമ്പോൾ അവിശ്വാസം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് നടക്കാൻ പോകുന്നില്ല, ഇങ്ങനെയാണ് പറയുന്നത്. ഇത് ഭയങ്കര സീരിയസ് അസുഖമാണ്, യവൻ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല, യവൻ്റെ കിഡ്നി മാറ്റി വെക്കേണ്ടി വരും, അല്ലെങ്കിൽ പറയും യവൻ ഡയാലിസിസ് ചെയ്തവൻ മരിച്ചു പോകത്തേ ഉള്ളൂ, അല്ലെങ്കിൽ അവൻ ക്യാൻസറാണ്, ഇതിനിയും അധികം നാളൊന്നുമില്ല, റേഡിയേഷൻ കഴിഞ്ഞ് 5 വർഷത്തിനവൻ ഗുഡ് ബൈ പറയും, അല്ലെങ്കിൽ 2 വർഷത്തിനവൻ ഗുഡ് ബൈ പറയും. ഇതൊക്കെ ഇങ്ങനെ ഈ അവിശ്വാസം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ആരും മിണ്ടരുതേ എന്ന് പറഞ്ഞു. 7-ാം ദിവസം ഒരു മിണ്ടി അവർ ആർപ്പിട്ടപ്പോൾ മതിൽ അങ്ങോട്ടും പോയില്ല ഇങ്ങോട്ടും പോയില്ല, താഴോട്ടിറങ്ങിപ്പോയി. അങ്ങോട്ട് പോയെങ്കിൽ അവർക്ക് കയറാനായിട്ട് പറ്റത്തില്ലായിരുന്നു, കുന്നുപോലായി പോയനെ. ഇങ്ങോട്ട് വരുമെങ്കിൽ അവരുടെ ദേഹത്ത് വീണ് അവർ മരിച്ചു പോയനെ. അത് താഴോട്ട് വന്ന് വിശ്വാസത്താൽ അവർക്ക് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റി. അതുകൊണ്ട് ലോകത്തെ ജയിക്കാനായിട്ട് ഈ വിശ്വാസം പറയണം. ആ വിശ്വാസം ഈ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്താലും കുഞ്ഞാടിൻ്റെ രക്തത്താലും നമ്മൾ ഈ സാത്താന്യ ശക്തിയെ ജയിക്കുക തന്നെ ചെയ്യും എന്ന് നമ്മൾ പറയണം. ഇത് പറയാനായിട്ട് ഈ ലോകത്തിലെ ദൈവം 2 കൊരിന്ത്യർ 4:4 ഈ ലോകത്തിലെ ദൈവം മനുഷ്യൻ്റെ ഹൃദയം കുരുടാക്കി കളഞ്ഞു. അല്ലെങ്കിൽ ഇന്ന് എല്ലാവരും ഇപ്പോൾ ഇത്രയും നമ്മൾ ഇന്ത്യയിലൊക്കെ ഇത്രയും പ്രസംഗിച്ച് നടക്കുമ്പോൾ ഇപ്പോഴും ക്രിസ്ത്യൻ യേശുവിനെ അറിയുന്നവർ തുലവും ചുരുക്കമാണ്. ക്രിസ്ത്യാനികളിൽ പോലും ഇല്ല, കുറവാണ്. ക്രിസ്ത്യാനി എന്ന പേര് കൊണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് ഈ ലോകത്തിലെ ദൈവയുടെ ഹൃദയം കുരുടാക്കി കളഞ്ഞതിനാൽ ഇന്ന് ഇതൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഒരു കാര്യം മനസ്സിലായിക്കോ, ഈ ലോകത്തിനൊരു ദൈവമുണ്ട്. ഈ ലോകത്തിനൊരു ദൈവമുണ്ട്. ആ ദൈവം എന്താണെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഞാൻ പറയുന്നത് ദൈവം അതല്ല, ഞാൻ പറയുന്നത് രക്ഷിക്കുന്ന ദൈവമാണ്. അത് ക്രിസ്തുവിൻ്റെ സുവിശേഷം, തേജസ്സുള്ള സുവിശേഷം. അതാണ് പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ. അത് ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്, തേജസ്സുള്ള ശുശ്രൂഷയാണ്, ആക്ഷരിക ശുശ്രൂഷ അല്ല. അത് നമ്മൾ പറയുന്ന വാക്കുകൾ പോലുള്ള ശുശ്രൂഷകളല്ല, അത് ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. ഇന്നത്തെ ദൈവം നമ്മുടെ ഹൃദയത്തെ കുരുടാക്കിയെങ്കിൽ പൗലോസ് പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിപ്പിക്കാനായിട്ട് ആ യേശുക്രിസ്തുവിൻ്റെ ആ തേജസ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വിളങ്ങിയിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവർക്ക് ആ ശക്തി ഇന്ന് വ്യാപരിക്കും. നിങ്ങളുടെ കണ്ണ് തുറക്കുക തന്നെ ചെയ്യും. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പറയുന്ന ഫാക്റ്റാണ് അല്ലേ? നിനക്ക് 110 മേളിൽ നിനക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഉണ്ടെങ്കിൽ നീ ഡയബറ്റിക് ആണ് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ആണെന്ന് പറയുന്നത് ശാസ്ത്രമാണ് അല്ലേ? മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് പറയുന്നത്, അത് ഫാക്റ്റാണ്. എന്നാൽ അത് സത്യമാവണമെന്നില്ല. നിന്റെ വിശ്വാസം അതിന് മുകളിലാണ്. നിനക്ക് ക്യാൻസറാണ്, നീ 1 വർഷത്തിനകത്ത് എന്ത് ട്രീറ്റ്മെൻറ്റ് എടുത്താലും മരിച്ചു പോകുമെന്ന് മെഡിക്കൽ സയൻസ് പറയുന്നു. എന്നാൽ നിന്റെ വിശ്വാസം അതിന് മുകളിലാണ്. ഞാൻ ജീവിച്ചിരുന്ന് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് പറയാനായിട്ടുള്ള ധൈര്യം ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ നീ ജീവിക്കുക തന്നെ ചെയ്യും, നീ മരിക്കുകയില്ല. 99-ാമത്തെ വയസ്സിൽ അബ്രഹാമിന്, ആ സമയത്ത് സാറായിക്ക് 93 വയസ്സ്, അബ്രഹാമിന് there is no chance of a baby എന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പറയും. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അങ്ങനെ പറയുന്നത്, നിനക്കൊരു രീതിയിൽ ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നില്ല. എന്നാൽ സത്യം വിഭിന്നമായിരുന്നത്, ട്രൂത്ത് ഈസ് ഡിഫറെൻറ്റ്. ഫെയ്ത്ത് എക്സീഡ്സ് ദ ഫാക്ട്. ഫാക്റ്റ് എക്സീഡ്സ്. നമ്മൾ പഠിക്കുന്ന ഇതാണ്, നമ്മുടെ വിശ്വാസം ഫാക്റ്റിനെ ബേസ് ചെയ്തായിരിക്കണം, അന്ധവിശ്വാസം ആവരുത്. നമ്മൾ പഠിക്കുന്നുണ്ട്, ശരിയാണ്, ഞാനും നിങ്ങൾ പഠിച്ചതാണ്. നമ്മൾ വിശ്വസിക്കുന്നത് ചില ഫാക്റ്റുകളെ ബേസ് ചെയ്താണ്. എന്താണ് ഫാക്റ്റ്? യേശുക്രിസ്തു വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റു എന്നുള്ളൊരു ഹിസ്റ്റോറിക്കൽ ഫാക്റ്റാണ് അല്ലേ? ചരിത്രപരമായൊരു ഫാക്റ്റാണ്. അത് യേശു പറഞ്ഞ കാര്യങ്ങളുമൊക്കെ ദൈവവചനത്തിലുള്ളത്, അത് സത്യമാണെന്ന് നമ്മൾ വിശ്വസിച്ച് നമ്മൾ കർത്താവിനെ സ്വീകരിച്ച് അതൊരു ഫാക്റ്റാണ്. എന്നാൽ ഈ ഫാക്റ്റിനേക്കാൾ അതീതമായി, ഈ ഫാക്റ്റ് ഇസ് എ ഹിസ്റ്റോറിക്കൽ ഫാക്റ്റ്, ഇത് ആവശ്യമാണ്, ഒരു ഫാക്റ്റാണ്. എന്നാൽ ഈ ഫാക്റ്റ് അല്ല ഇപ്പോൾ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്.
സയൻസ് പറഞ്ഞിരിക്കുന്ന ഒരു ഫാക്റ്റുണ്ട്. സയൻസ് എന്തൊക്കെ ഫാക്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്? ഡാർവിൻസ് തിയറി ഒരിക്കൽ പറഞ്ഞ് ശരിയാണെന്ന് ഇപ്പം തെറ്റാണെന്ന് പറയുന്നു. മനുഷ്യൻ കുരങ്ങിന്നുണ്ടായെന്നൊക്കെ പഠിപ്പിച്ചു, ഇപ്പോൾ അത് തെറ്റാണെന്ന് പറയും. കാർബൺ ഡേറ്റിങ് പണ്ട് ശരിയാണെന്ന് പറഞ്ഞ് ഇപ്പോൾ അതിനകത്ത് തെറ്റുണ്ടാവാം, അതിനകത്ത് പിഴവുണ്ടാവുമെന്ന് പറയും അല്ലേ? അതുപോലെ എന്തൊക്കെയാ ന്യൂ എർത്ത് തിയറി, ഓൾഡ് എർത്ത് തിയറി എന്നൊക്കെ പറഞ്ഞ് പല തിയറികളുണ്ട്. ബിഗ് ബാങ് തിയറി, ഇപ്പം പറയുന്ന ബിഗ് ബാങ് തിയറി തെറ്റാണെന്ന് പറയുന്നു. അപ്പോൾ ശാസ്ത്രം പറയുന്നതൊക്കെ മാറ്റി തിരിച്ചും പറയും. നേരത്തെ 120 ഉള്ളവരാണ് ഡയബറ്റിക് പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഇപ്പം അത് കുറഞ്ഞ് 90ആയി. എന്താണ് 90ആയത്? 90-ന് മേളിലുള്ളവരൊക്കെ ഡയബറ്റിക് ആണെന്ന് പറയും. എന്താണ് കാരണം? കാരണം ഡോക്ടേഴ്സ് കുറച്ചുകൂടി ഒരു സേഫ് സോണിൽ വരികയാണ്. സേഫ് സോണിൽ വന്നിട്ട് അവർ പല കാര്യങ്ങളും മാർക്കറ്റ് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. കമ്പനികളും അതിൻ്റെ കൂട്ടത്തിലുണ്ട്. അതായത് ഇങ്ങനെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവർ പറയും അതല്ല 80 പറയും. അതൊക്കെ ഇങ്ങനെ മാറി തിരിഞ്ഞും വരും. ഓരോ സാഹചര്യങ്ങളനുസരിച്ച് പലതും മാറിക്കൊണ്ടിരിക്കും. സയൻസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ശാസ്ത്രം ചേഞ്ച് ചെയ്യുന്ന ഓരോ കണ്ടുപിടുത്തം അനുസരിച്ച് ചേഞ്ച് ചെയ്യുമ്പോഴേ അതിനേക്കാൾ അതീതമാണ് സത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് നിന്നെ പറഞ്ഞു വിട്ടെങ്കിൽ നീ വിശ്വസിക്കുക, നീ പ്രാർത്ഥിക്കുന്ന നിനക്ക് ദൈവം നിന്നോട് കൂടെയുണ്ട്, നീ സൗഖ്യമാകും. അത് ദൈവഹിതമാണ്. അതുകൊണ്ടാണ് നിൻ്റെ അകത്തെ കണ്ണ് പലതും തുറക്കേണ്ടത്. അല്ല നീ പറഞ്ഞുകൊണ്ടിരിക്കുക അയ്യോ എനിക്ക് ഈ അസുഖമാണ്, എനിക്ക് ഇനി യാതൊരു രക്ഷയില്ല, എൻ്റെ ജീവിതം കട്ടപ്പുകയാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ദൈവത്തിന് നിന്നെ രക്ഷിക്കാനായിട്ട് പറ്റുകയില്ല. കാരണം സുവിശേഷത്തിൻ്റെ തേജസ് നിൻ്റെയും എൻ്റെയും ദേഹത്തിൽ വന്നപ്പോഴാണ് രക്ഷപ്പെട്ടത്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വിശ്വസിക്കുക മാത്രമല്ല ചെയ്തത്, വിശ്വസിച്ചു, അതാണ് ഒരു പ്രൈമറി സ്റ്റെപ്പ്. അപ്പോഴേ പരിശുദ്ധാത്മാവ് വന്നു, നിൻ്റെ അകങ്കണ്ണ് തുറന്നു, നീ കർത്താവിൻ്റെ തേജസ് മനസ്സിലാക്കാനായിട്ട് തുടങ്ങി. അവൻ നിൻ്റെ ഹൃദയത്തിൽ പ്രകാശിച്ചു. എന്തിനാണ്? യേശുക്രിസ്തുവിൻ്റെ പ്രതിരൂപമായി നീ തീരാനായിട്ട്. എന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിക്കണം. പിശാച് ഉള്ളിൽ കടന്നാൽ ഈ പ്രകാശനം കത്തി നിൽക്കാനായിട്ട് സമ്മതിക്കുകയില്ല. അതുകൊണ്ട് പലരുടെയും ഉള്ളിൽ അവർ പല കാര്യങ്ങളെ സ്നേഹിച്ച് ഈ പ്രകാശനം നഷ്ടപ്പെട്ടു പോയി. ഇന്ന് പലരുടെയും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി. പൗലോസ് തന്നെ പറയുന്നുണ്ട്, ദേമാസ് ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയി. വിട്ടുപോകാനുള്ള സാധ്യതകൾ പലതും ഉണ്ട്. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ എനിക്കിതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് പലരെയും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന, എന്നുവെച്ചാൽ ബാക്ക് സ്ലൈഡ് ചെയ്ത് പോയിരിക്കുന്ന നിൻ്റെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ഈ പ്രകാശം തിരിച്ചു വരണം. അങ്ങനെയാണെങ്കിൽ നിൻ്റെ കുടുംബത്തിലും ഒരു പ്രകാശം വരും. ഇന്ന് പല രീതിയിൽ കെട്ടപ്പെട്ടിരിക്കുന്ന പല വ്യക്തിത്വങ്ങൾ, ഇന്ന് ഞാൻ അവർക്ക് വേണ്ടി പറയുകയാണ്, നീ പ്രാർത്ഥിച്ചോ, ഈ പ്രകാശം നിൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചു വരുമ്പോഴേ കുഞ്ഞാടിൻ്റെ രക്തവും ദൈവത്തിൻ്റെ വചനവും ഇന്ന് നിന്നെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോടും എന്നോടും പറയുന്നത്, നീ ദൈവസന്നിധിയിൽ നിർഭയനായി വസിക്കുക. ദൈവത്തോടൊരു കാര്യം അപേക്ഷിക്കുക, അത് നിനക്ക് തരും. ദൈവം തരിക തന്നെ ചെയ്യും. 40 ലക്ഷം ഇസ്രായേൽ യോർദാൻ നദി കടന്ന് ഇക്കരെ വരുമ്പോഴതിന് മുമ്പ് യോശുവോട് പറഞ്ഞതാണ്, മോശ മരിച്ചു, ഇനി നീയാണ് ഉത്തരവാദിത്വം. അതുകൊണ്ട് നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. യേശു നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നാട്ടുകാരൊക്കെ നിന്നെ തോറ്റെന്ന് പറഞ്ഞാലും നീ തോൽക്കത്തില്ല. കാരണം ദൈവം നിൻ്റെ പക്ഷത്താണ്, ദൈവം നിന്നോട് കൂടെയുണ്ട്. 2 പത്രോസ് 1:4 ചേറിപ്പാർക്കുന്ന പരദേശികൾക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ഭാഗമാണ്. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഇതാണ്, അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീർന്നു. അവിടെ നമ്മൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരാനായിട്ട് അതിമഹത്വവും വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ലോകത്തിൻ്റെ മോഹത്തിലുള്ള നാശം, ലോകത്തോടുള്ള മോഹം നമ്മൾ അതിയായി വർദ്ധിച്ചിട്ട് ഇതെല്ലാം നമ്മൾ തഴഞ്ഞു കളഞ്ഞിരിക്കുക. എന്താണ്? വിലയേറിയതും അതിമഹത്വവുമായിട്ടുള്ള വാഗ്ദത്തങ്ങൾ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? വീണ്ടും ആ പിശാചിൻ്റെ കെട്ടിലോട്ട് തല വെച്ചുകൊണ്ട് കൊടുക്കുക. ദൈവം നിങ്ങൾക്ക് ഒരുപാട് വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്, അതെല്ലാം അങ്ങ് കളഞ്ഞിരിക്കുക. അങ്ങനെ പോയാൽ എന്താ സംഭവിക്കുന്നത്?
2 പത്രോസ് 2:20 പറയുന്നുണ്ട്, ലോകത്തിൻ്റെ മാലിന്യത്തിൽ വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങിപ്പോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേനേക്കാൾ അധികം. ഈ ലോകത്തിലെ ദൈവം ഇന്ന് ഇത്തിരി പേരെ കുടുക്കിയിട്ടിരിക്കുക, ഒരുപാട് കാര്യങ്ങൾ കുടുക്കിയിട്ടിരിക്കുക. വിശ്വാസികളെന്ന് പറഞ്ഞെങ്കിൽ പോലും വിശ്വാസത്തിൽ ജീവിക്കാതെ ഇന്നും രഹസ്യത്തിലെ മദ്യപാനം, ചില കാര്യങ്ങൾ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങൾ ചെയ്ത് ഇന്ന് അധർമ്മം പ്രവർത്തിച്ച് നിഷ്ഠൂരരായി ഇന്ന് ജീവിക്കുന്ന അനേകം ആളുകളുണ്ട്, വിശ്വാസികളുണ്ട്. അവർ വിശ്വാസികളെന്നാണ് പറയുന്നത്. കാരണം ടേക്ക് ഇറ്റ് ഗ്രാൻറ്റഡ്, അവരുടെ കൃപ അവർ എടുത്തിട്ട് ഒരു ലൈസൻസ് ഫോർ സിന്നാക്കി മാറ്റി, പാപം ചെയ്യാനുള്ള ലൈസൻസാക്കി മാറ്റി. അതുകൊണ്ട് അതിൽ കൂടിയൊന്നും വലിയ കാര്യങ്ങളില്ല എന്ന് മനസ്സിലാക്കി തന്നെ അവർ ജീവിക്കുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ദൈവം നിന്നെ പിടിക്കുക തന്നെ ചെയ്യും. നമുക്കറിയാം, ഒരു എയറോപ്ലെയിനിൽ നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ അതിനകത്ത് പല റൂൾസും റെഗുലേഷനും ഉണ്ട്. ഒരു എയറോപ്ലെയിനിൽ കയറി പോകണമെങ്കിൽ ചില കാര്യങ്ങൾ അതിനകത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഹാൻഡ് ബാഗിൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ലൈറ്റർ, അതുപോലുള്ള പിന്നെ ചാർജിങ് മെറ്റീരിയൽ, ഇങ്ങനെയൊക്കെയുള്ള ബാറ്ററീസ് ഒന്നും അത് ബോക്സിനകത്ത് അയക്കാൻ പറ്റത്തില്ല. അതെല്ലാം തന്നെ നിങ്ങളുടെ ഹാൻഡ് ബാഗിലിടണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലഗേജ് സ്കാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു എയറോപ്ലെയിനിൽ പോകാനായിട്ട് ഇത്രയും സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട്, ആവശ്യമുള്ളതുകൊണ്ട്, അങ്ങനെയാണെങ്കിൽ അതുപോലെ ഈ രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോകാനായിട്ട് എന്തൊക്കെ പ്രോസസ്സാണുള്ളത്. ഇപ്പം തന്നെ US വിസയ്ക്ക് കിട്ടാനായിട്ടൊക്കെ എന്ത് പ്രയാസം ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ ഈ ലോകത്തിൽ നിന്ന് സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ചില റൂൾസ് ആൻഡ് റെഗുലേഷനും ഒക്കെ നിങ്ങൾ പാലിച്ചേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ അങ്ങോട്ട് കയറ്റി വിടത്തില്ല. അത് തന്നെയുള്ളത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും അശുദ്ധമായിട്ട് ചില കാര്യങ്ങൾ വന്നു കയറിയിട്ടുണ്ടെങ്കിൽ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, ഈ അശുദ്ധിയെല്ലാം ചാരമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഛർദ്ദിച്ചത് തിന്നുന്നത് നായാണ്, അത് വീണ്ടും പോയി ഭക്ഷിക്കുന്നത് നായാണ്. അത് ദൈവമാണ് നമുക്ക് ജയം നൽകിയിരിക്കുന്നെങ്കിൽ, ചിലതിന് നിന്നെ കുടുക്കിയിട്ടിരിക്കുകയാണെങ്കിൽ ഇന്നത് പൊട്ടി അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. കാട്ടൊലിവായ നിന്നെ നാട്ടൊലിവായ ക്രിസ്തുവിനോടുകൂടി ഒട്ടിച്ചെങ്കിൽ ദിവ്യ സ്വഭാവം നിന്നിൽ നിന്ന് ഉടലെടുക്കണം. ആ ഉടലെടുത്താൽ മാത്രമേ നിനക്ക് ലോകത്തെ ജയിക്കാനായിട്ട് പറ്റൂ. ഈ സബ്ജക്റ്റിനകത്ത് നമ്മൾ ഇവിടുന്ന് തൽക്കാലം എൻ്റെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇത് തുടർമാനമായിട്ട് ചിന്തിക്കുന്നതാണ്. നമ്മൾ ഇപ്പം ചിന്തിച്ചുകൊണ്ട് വരുന്ന ലോകത്തെ ജയിക്കുന്ന കാര്യമാണ്. അത് ഇനിയും നമ്മൾക്ക് കുറച്ചും കൂടി അതിനെക്കുറിച്ച് പറയാനായിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിച്ചത് ഒന്നാമത്തെ പോയിൻ്റ് വിശ്വാസമായിരുന്നു. ഇന്ന് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിച്ചത് കുഞ്ഞാടിൻ്റെ രക്തവും ദൈവത്തിൻ്റെ വചനവും നമ്മളുടെ ഫാക്റ്റിനേക്കാൾ ഉപരിയായിട്ടുള്ള വിശ്വാസം നമ്മളിലേക്ക് കൊണ്ടുവരണം. അത് വരുമ്പോഴേ നമ്മൾ ഈ ലോകത്തെ ജയിക്കാനായിട്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ് പറഞ്ഞത്. ഏതെങ്കിലും രീതിയിൽ ചില കുടുക്കിൽ അകപ്പെട്ട് വീണ്ടും ലോകത്തിലേക്ക് പോയെങ്കിൽ, എന്നുവെച്ചാൽ ലോകത്തിൻ്റെ ദൈവം നിങ്ങളെ കുടുക്കിക്കൊണ്ടുപോയെങ്കിൽ അതിൽ നിങ്ങൾ തിരിച്ചു വരാനായിട്ട് പ്രാർത്ഥിക്കണം. ആ പരിജ്ഞാനത്തിലെ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ പരിജ്ഞാനത്തിൽ നിറഞ്ഞ് നിങ്ങളതിൽ തിരിച്ചു വരണം എന്നുള്ളതാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ അശുദ്ധിയെല്ലാം ദൈവസ്ഥനിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ജയം പ്രാപിക്കുവാനായിട്ട് ദൈവം നമ്മളെ ഇടവരുത്തട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ലോകത്തിൻ്റെ മാലിന്യത്തിൽ അകപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ, വിട്ടോടിയ പലതും വീണ്ടും ഏറ്റെടുത്തിട്ടുള്ളവരെ, വീണ്ടും അതിൽ കുരുങ്ങിയിരിക്കുന്നവരെ ഇത് കാണുന്നുണ്ടെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? ഹൃദയം നുറുങ്ങി കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് കൊടുത്ത് പ്രാർത്ഥിക്കുമോ? പല പ്രാവശ്യം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച പാപങ്ങൾ വീണ്ടും കയറി വരുന്ന യേശുവിൻ്റെ നാമത്തിൽ അത് പൊട്ടിമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കാട്ടൊലിവായ ഞങ്ങളെ നാട്ടൊലിവിനോട് ഒട്ടിച്ചു. ആ ദിവ്യ സ്വഭാവം ഞങ്ങൾക്ക് തന്നിട്ടും ഞങ്ങളെ ലോകത്തെ ജയിക്കാൻ പറ്റാതെ ഇരിക്കുന്ന കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ആ അശുദ്ധിയെല്ലാം നീ ചാരമാക്കി കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഈ ലോകത്തെ ജയിക്കാനുള്ള ജയം വിശ്വാസമാണ്. ഈ ലോകത്തെ ജയിക്കാനുള്ള ജയം യേശുവിൻ്റെ രക്തമാണ്.
ഈ ലോകത്തെ ജയിക്കാനുള്ള ജയം ദൈവവചനമാണ്. ഇതെല്ലാം കർത്താവെ നീ ഞങ്ങളോട് പറഞ്ഞു. പല പില്ലേഴ്സ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങളോട് പറഞ്ഞല്ലോ. ദൈവമേ, ഇതെല്ലാം ഞങ്ങൾ ഏറ്റെടുത്ത് ഈ ദിവസങ്ങൾ ജയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പരാജയപ്പെടുവാനല്ലോ ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങൾ ഒരു ക്രിസ്തീയ ജീവിതം, വിജയപൂർവമായൊരു ജീവിതം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളിലിരിക്കുന്നവർ, പ്രയാസപ്പെടുന്നവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, നീ അതിൽ നിന്നൊക്കെ വിടുതൽ കൊടുക്കണമേ, സഹായിക്കണമേ. വിശ്വാസത്തോടൊന്ന് പ്രാർത്ഥിക്കുമോ? ദൈവം വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. അനേകം ആളുകൾ ക്യാൻസർ ഉണ്ടായിട്ടും അനേകം വർഷങ്ങളായിട്ട് 80-90 വയസ്സ് വരെ ജീവിച്ച് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടവർ പലരുമുണ്ട്. ദൈവം ചിലപ്പോൾ ആ ഒരു പ്രയാസത്തോടുകൂടി നിങ്ങളെ കണ്ടിന്യൂ ചെയ്യാനായിട്ട്, ആരോഗ്യത്തോട് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് നിങ്ങളെ അനുവദിക്കും. മെഡിക്കൽ സയൻസ് ഒരു ഫാക്റ്റ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ദൈവകൃപ അതിനെ ഉപരിയായിട്ട് വ്യാപരിക്കുന്നതിനാൽ വിശ്വാസം പറഞ്ഞ് ജീവിപ്പാൻ കർത്താവെ അവർക്ക് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളെല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന നിന്റെ വിവരങ്ങളെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് തുടർമാനമായി കാണണം. ഇത് ഒരു എപ്പിസോഡ് കഴിഞ്ഞിട്ടേ ഇത് തീരുള്ളൂ. ഞാനിന്ന് തീരുമെന്ന് വിചാരിച്ചാണ്. ചുരുക്കമായിട്ടുള്ള സമയമല്ലേ ഉള്ളൂ. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. തുടർമാനമായിട്ട് ഇത് കാണുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വാട്സാപ്പിലെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നത്, നിങ്ങളെ നമ്പർ അയച്ചു തന്നാൽ അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ ഇത് അതിനകത്തുള്ള നമ്പറിൽ നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റ് അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.